8051 മൈക്രോ കൺട്രോളറിന്റെ പോർഷനാണ്. സോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസ്സേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതില് 8085 അതുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന കുറച്ച് ഐസീസ്, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാംസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ 8085 കവർ ചെയ്തത്. അത് മൈക്രോ പ്രോസസർ ആയിരുന്നു. അപ്പൊ അത് ബേസിക്കലി അതിനകത്തൊരു അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ഒരു അക്യുമുലേറ്റർ, കുറച്ച് രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൺട്രോളർ, പ്രോഗ്രാം കൗണ്ടേഴ്സ്, ക്ലോക്ക്, ഇന്ററപ്റ്റ് സർക്യൂട്ട്സും പിന്നെ സ്റ്റോക്ക് രജിസ്റ്റേഴ്സും എന്ന് വെച്ചാൽ ഓൺ ചിപ്പ് ആയിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സോ അല്ലെങ്കിൽ അതോ മെമ്മറിയോ ഓൺ ചിപ്പ് മെമ്മറീസോ ഒന്നും മൈക്രോ പ്രോസസേഴ്സിനില്ല. എന്നാൽ മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിനകത്ത് എന്തുവാ റാം, റോം ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഇതൊക്കെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോ ശരിക്കും മൈക്രോ പ്രോസസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടെ എക്സ്റ്റേണലി കുറച്ച് ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, മെമ്മറി ആയിട്ടും പിന്നെ ഇന്റർഫറൻസിനൊക്കെ വേണ്ടിയിട്ട് വേറെ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടുള്ള ഇന്റർഫറൻസിന് വേണ്ടി നമ്മൾ വേറെ ഐസീസ് ഒക്കെ യൂസ് ചെയ്യും. നമ്മൾ അതിൽ ഒരു 6 എക്സ്റ്റേണൽ ഒരു ഇന്റർഫേസിങ് ഐസീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോ പ്രോസസേഴ്സിന് അങ്ങനെ വേണം. പക്ഷെ മൈക്രോ കൺട്രോളറിന് അത് എക്സ്റ്റേണൽ മെമ്മറിയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അതിനെ മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 8051 മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ഇതില് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓൺ ചിപ്പ് റോം ഉണ്ട്, അത് 4 KB ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് റാം ഉണ്ട്, ഡേറ്റ മെമ്മറി ഉണ്ട്, വിച്ച് ഈസ് 128 ബൈറ്റ്. ഇത് രണ്ടും 4 കിലോബൈറ്റും 128 ബൈറ്റും ആണ് റോമും ഡേറ്റ മെമ്മറിയും വരുന്നത്. 8-ബിറ്റ് ഡേറ്റ ബസ് ആണ്, 16-ബിറ്റ് അഡ്രസ് ബസ് ആണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നും 8 ബിറ്റ് ആണ്. 8 ബിറ്റ് ഉള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് 8051 യൂസ് ചെയ്യുന്നത്. 8-ബിറ്റ് ഡേറ്റ ബസ്, 16-ബിറ്റ് അഡ്രസ് ബസ്സും ആണ് ഉള്ളത്. ആൻഡ് അതിനകത്ത് ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി ഉണ്ട് 4 കിലോബൈറ്റും, ഓൺ ചിപ്പ് ഡേറ്റ മെമ്മറി ഉണ്ട് 128 ബൈറ്റും ആണ് ഉള്ളത്. ആൻഡ് ഇതിനകത്ത് 2 16-ബിറ്റ് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, T0, T1. ടൈമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈമിംഗ് ദാറ്റ് ഇസ് എന്താ കൗണ്ടേഴ്സ്, അതിന്റെയൊക്കെ ആ ഒരു ആപ്ലിക്കേഷനായിരിക്കും വരുന്നത്. ടൈമിംഗ് സർക്യൂട്ട്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അത് വരുന്നത്. 2 16 ബിറ്റിന്റെ 2 ടൈമേഴ്സ്, T0, T1. ഇത് ഓരോന്നും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. 5 ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ട്. അതിൽ 3 ഇന്റേണല്, 2 എക്സ്റ്റേണലും ആണ്. 5 ഇന്ററപ്റ്റ് ആണുള്ളത്. 3 ഇന്റേണൽ ആണ്, 2 എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്നുള്ള ഇന്ററപ്റ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. 4 പാരലൽ പോർട്സ് ഉണ്ട്. ഓക്കെ, ഓരോന്നും 8 ബിറ്റ് ആണ്. പോർട്ട് 0, 1, 2, 3 അങ്ങനെ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആണ്. 4 ഉണ്ട് 8 ബിറ്റിൻ്റെത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് 32 പോസിബിൾ ആണ്. 8 × 4 32 ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ആണ്. 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആണുള്ളത്. പാരലൽ മീൻസ് ഇപ്പോൾ 8 ബിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 8 ലൈൻ ആയിരിക്കും ഒരു പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം പോർട്ട് 0-ൽ 8 ലൈൻ കാണും, പോർട്ട് 1-ൽ 8 കാണും, 2-ന് 8 കാണും, 3-ക്ക് 8 കാണും. അങ്ങനെ മൊത്തം 32 ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16 ബിറ്റ് ആണ്. ഡേറ്റ പോയിന്റർ ഉണ്ട്, 16 ബിറ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിന്ററും 16 ബിറ്റ് ആണ്. സ്റ്റോക്ക് പോയിന്റർ ഉണ്ട്. പ്രോഗ്രാം കൗണ്ടർ, ഡേറ്റ പോയിന്റർ എന്തൊക്കെയാണെന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കും കേട്ടോ. പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16 ബിറ്റ് ആണ്. ഡേറ്റ പോയിന്റർ ഉണ്ട്, 16 ബിറ്റ് ആണ്. അതുപോലെ സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്, 8 ബിറ്റ് ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക.
ഡേറ്റാ ബസ് 8 ബിറ്റ് ആണ്. അഡ്രസ് ബസ് 16 ബിറ്റ് ആണ്. പിന്നെ ഈ രണ്ടും ഇതും മാറാണ്ട് നോക്കി വെക്കുക. റാം 128 ബൈറ്റും റോം വന്നിട്ട് 4 KB ആണ്. എനിക്ക് അത് ഓരോന്നും ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ നോക്കും. ദെൻ 1 മൈക്രോ സെക്കൻഡില് ഇൻസ്ട്രക്ഷൻ സൈക്കിള്. ഓക്കെ, ഇത് 12 മെഗാഹെർട്സിന്റെ ക്രിസ്റ്റൽ 1 മൈക്രോ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ സൈക്കിള് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയണേ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. CPU ഉണ്ട്, ഇന്ററപ്റ്റ് ഉണ്ട്. ഇതാണ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് INT0, INT1. 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റും 3 ഇന്റേണൽ ഇന്ററപ്റ്റും ആണ് ഉള്ളത്. ഓൺ ചിപ്പ് റാം ഉണ്ട്, ഓൺ ചിപ്പ് റോം ഉണ്ട്. ഇത് പ്രോഗ്രാം കോഡിന് വേണ്ടിയിട്ടാണ്, പ്രോഗ്രാം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ദെൻ അടുത്ത് 2 ടൈമേഴ്സ് ഉണ്ട്, T1, T0. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്. ദെൻ നമുക്കൊരു ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അതിന്റെ ആർക്കിടെക്ചറിൽ വരുന്നത്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോ നമുക്ക് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഇപ്പൊ ALU എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് ലോജിക്, ഇതിനകത്തൊരു ALU ഉണ്ടാവും. ഓക്കെ, എന്തായാലും നമ്മൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അക്യുമുലേറ്റർ ഈസ് ദെയർ. അപ്പൊ അക്യുമുലേറ്ററിലാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. നേരത്തെ നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് വന്ന വേറൊരു പ്രത്യേകതയാണ്, മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു പ്രത്യേകതയാണ് ബിറ്റ് അഡ്രസ്സിബിൾ എന്ന് പറയുന്നത്. ബിറ്റ് അഡ്രസ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ്ലി ഓരോ ബിറ്റിനെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും. അത് മൈക്രോ പ്രോസസ്സേഴ്സിൽ ഇല്ല. മൈക്രോ പ്രോസസ്സേഴ്സിൽ ബിറ്റ് അഡ്രസ്സിബിൾ അല്ല, ബൈറ്റ് അഡ്രസ്സിബിൾ ആയിരുന്നു. അത് ഒരു 1 ബൈറ്റ് ഓഫ് ഡേറ്റ, 8 ബിറ്റ് ഡേറ്റ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇത് ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. അപ്പൊ അക്യുമുലേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. 8 ബിറ്റ് ആണ് ഇത്. ഈ രജിസ്റ്റർ 8 ബിറ്റ് ആണ്. രജിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് 8 ബിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓരോന്നും 8 ബിറ്റ് ആണ്. സോ അപ്പോ രജിസ്റ്റേഴ്സ് എല്ലാം 8 ബിറ്റ് ആണ്. ദെൻ ബി രജിസ്റ്റർ ഉണ്ട്. ബി രജിസ്റ്ററിനകത്ത് നമ്മൾ 2 ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. 8 ബിറ്റ് രജിസ്റ്റർ ആണ്, ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ബിറ്റിനെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഇൻഡിപെൻഡന്റ്ലി പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം കൗണ്ടേഴ്സ് ആണ്. പ്രോഗ്രാം കൗണ്ടർ വരുമ്പോഴത്തേക്കും പോയിന്റ്സ് ടു ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫ്രം ദ റോം. ഇപ്പൊ റോമിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം നമ്മൾ എന്താന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതെന്ന് പറയുന്നത് പ്രോഗ്രാം മെമ്മറിയാണ്. ഓക്കെ, റോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രോഗ്രാം മെമ്മറിയാണ് 4 KB ആണ് നമുക്ക് 8051 ഉള്ളത്. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടു ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫ്രം റോം. അപ്പൊ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിലാണ് എന്ന് പോയിന്റ് ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 16 ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ നേരത്തെ പറഞ്ഞു 16 ബിറ്റ് ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 000 മുതൽ FFF വരെ ആണ് അതിലെ പ്രോഗ്രാം അഡ്രസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അത് 16 ബിറ്റ് ആണ്. ഇത് ഹെക്സാഡെസിമലിലാണ്. അപ്പോ ആക്ച്വലി ഓരോന്നും 4 ബിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹെക്സാഡെസിമലിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 000H മുതൽ FFFH വരെ അത്രയും നമുക്ക് പ്രോഗ്രാം അഡ്രസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും പ്രോഗ്രാം അഡ്രസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി 000H ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിന്റെ ഇനിഷ്യലി എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിൽ കാണിച്ചിരിക്കുന്ന അഡ്രസ് ഇതായിരിക്കും. ഇനിഷ്യലി ഇതായിരിക്കും. നമുക്ക്
പ്രോഗ്രാം കൗണ്ടർ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ORG എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ORG ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ORG മീൻസ് ഒറിജിനൽ ഡയറക്റ്റീവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ORG എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാം കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ORG 0000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോഗ്രാം കൗണ്ടറിനെ 000 ഇനിഷ്യലൈസ് ചെയ്തു എന്നാണ് അതിനർത്ഥം. ആൻഡ് പ്രോഗ്രാം കൗണ്ടർ ഓരോ പ്രാവശ്യവും ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ താനെ തന്നെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷന് ശേഷം പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവും. പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവുമ്പോൾ അത് കാണിക്കുന്നത് റോമിൽ അടുത്ത അഡ്രസ് ആയിരിക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് അഡ്രസ്സിലാണോ അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത് അതിനായിരിക്കും അത് പോയിന്റ് ചെയ്യുന്നത്. അതാണ് പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവും. അപ്പൊ അത് കാണിക്കുന്നത് അടുത്ത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ അഡ്രസ് ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് പ്രോഗ്രാം കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 16 ബിറ്റ് ആണ് പ്രോഗ്രാം കൗണ്ടർ, 16 ബിറ്റ് ആണ്. പിന്നെ ഇത് ഓർക്കണം, ORG യൂസ് ചെയ്യുന്നത് അതിന് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിഷ്യലി പ്രോഗ്രാം കൗണ്ടറിൽ ഈ ഒരു അഡ്രസ് ആണ് ഉള്ളതെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോ അടുത്തതിലോട്ട് പോവാം. അടുത്ത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇത് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു, അതിന്റെ സ്റ്റാറ്റസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലായിരിക്കും. PSW എന്ന് പറയും. ഓക്കെ, ഫ്ലാഗ് രജിസ്റ്റർ ആണ്. അപ്പോ ഇത് 8 ബിറ്റ് ആണ്. ഇവിടെ ഓരോ ബിറ്റും എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. 8 ബിറ്റ് ആണ്. ഇത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ടു ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഇപ്പൊ COA എന്ന് പറയുന്ന ക്യാരി ഫ്ലാഗ് ആണ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ് AC എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്ലാഗ് 0 ആണ്. അത് ജനറൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. ഇന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. RS1ഉം RS0യും ഇത് രണ്ടും രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ട്. നമുക്ക് 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ആ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RS1 RS0 നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ സെലക്ടിങ് രജിസ്റ്റർ ബാങ്ക്. ഇത് ഓവർഫ്ലോ ഫ്ലാഗ് ആണ്. ദെൻ ദിസ് ഇസ് പാരിറ്റി ഫ്ലാഗ്. ഇത് യൂസർ ഡിഫൈനബിൾ എന്നാ ഇട്ടിരിക്കുന്നത്, അൺഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്തിട്ടില്ല. ദിസ് ഇസ് പാരിറ്റി ഫ്ലാഗ്. അപ്പൊ നമുക്കിത് ഓരോന്ന് എന്താന്ന് നോക്കാം. ഇതും ബിറ്റ് അഡ്രസ്സബിൾ ആണ്. നമുക്ക് ഓരോ ബിറ്റും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും. പാരിറ്റി ഫ്ലാഗ് ആണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ വരുന്നത്. അത് എപ്പോഴാ 1 ആവുന്നത്? നമ്മളിപ്പോ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞു, അക്യുമുലേറ്ററിൽ ഒരു റിസൾട്ട് വന്നു, അതിലെ നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 സെറ്റ് ആവും, 0 ആണെങ്കിൽ അത് 0 സെറ്റ് ആവും. അതാണ് പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ 0യും ഓഡ് ആണെങ്കിൽ 1ഉം സെറ്റ് ആയിരിക്കും. ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഇനി ഇറർ വരുമ്പോഴത്തേക്കും ആയിരിക്കും ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 2 ബിറ്റ് നമ്പർ ആഡ് ചെയ്തു, നമുക്കത് 3 ബിറ്റാണ് ആൻസർ വന്നതെങ്കിൽ അതൊരു ഓവർഫ്ലോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 ബിറ്റ് ആണ്. അല്ലെ, നമുക്ക് 3 ബിറ്റ് ഒരു ഓപ്പറേഷന് ഹാൻഡിൽ ചെയ്യാൻ അത്രയും സ്പേസ് ഉണ്ടാവില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മളത് ഓവർഫ്ലോ എന്ന് പറയും. അപ്പോൾ അത് ഓവർഫ്ലോ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈൻഡ് അരിത്തമെറ്റിക്കൽ. അങ്ങനെ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഒക്കെ മാറിപ്പോവും. നിങ്ങൾക്ക് അത് അറിയായിരിക്കും, നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ സൈൻഡ് ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ അതിന്റെ സൈൻ കറക്റ്റ് ആയിട്ട് നമുക്ക് വരൂല. ഇപ്പൊ നെഗറ്റീവ് ആൻസർ കിട്ടുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആൻസർ ആയിട്ടായിരിക്കും അത് കാണിക്കുന്നത്. ഓവർഫ്ലോ കാരണം ഉണ്ടാവുന്നതാണ്. ഇപ്പോ അൺസൈൻഡിലാണെങ്കിൽ അത് ക്യാരി ഫ്ലാഗ് ആയിട്ടും. ഓക്കെ,
നമുക്കിതിനെ യൂസ് ചെയ്യാന്നാ പറയുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞുള്ള രണ്ട് ഇതുമായി ഓവർഫ്ലോ ആയി, ഇനിയുള്ളത് ഇത് രണ്ടുമാണ്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് റാമിലാണ് അതുള്ളത് കേട്ടോ. അതിലൊരു 8 ബിറ്റുള്ള 4 രജിസ്റ്റേഴ്സ്, രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, രജിസ്റ്റർ ബാങ്ക് 2, രജിസ്റ്റർ ബാങ്ക് 3. രജിസ്റ്റർ ബാങ്ക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും റാമിനകത്ത് ഇത്രയും അഡ്രസ്സിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ റാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, റാം 128 ബൈറ്റ് എന്ന് പറഞ്ഞു. അതില് 0 to 07 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 8 ബൈറ്റ് അല്ലെ, 00 സോറി ആദ്യത്തെ 8 ബിറ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ബാങ്ക് 1 എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അടുത്ത അത്രയും മെമ്മറി ലൊക്കേഷൻ, അതിന്റെ അടുത്ത മെമ്മറി ലൊക്കേഷൻ, അതിന്റെ അടുത്ത മെമ്മറി ലൊക്കേഷൻ, അങ്ങനെ മൊത്തം റാമില് ആദ്യത്തെ ഒരു 4 മെമ്മറി ലൊക്കേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ബാങ്ക് 0, 1, 2, 3 എന്നായിട്ട്. നമുക്ക് പല ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലൈക്ക് ഇപ്പോ രജിസ്റ്റർ ബാങ്ക് 0th ബിറ്റിൽ ഒരു ഡേറ്റ കൊടുത്തിട്ട് മൂവ് ചെയ്യിക്കാനും അങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ബാങ്ക്സ് എന്ന് പറയുന്നത്. പല ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഏത് രജിസ്റ്റർ ബാങ്ക് യൂസ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ RS1 RS0 നമ്മൾ 00 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രജിസ്റ്റർ ബാങ്ക് 0 യൂസ് ചെയ്യാം. 01 കൊടുത്താൽ രജിസ്റ്റർ ബാങ്ക് 1ഉം, 10 കൊടുത്താൽ രജിസ്റ്റർ ബാങ്ക് 2ഉം, 11 കൊടുത്താൽ രജിസ്റ്റർ ബാങ്ക് 3ഉം. അപ്പൊ ഈ മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റാമിലാണ് ഇതുള്ളത് കേട്ടോ. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RS1ഉം RS0യും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിലറി ക്യാരി നമ്മൾ മുമ്പ് മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരി ഫ്ലാഗ് ആണ്, പക്ഷെ അത് 3rd ബിറ്റിൽ നിന്ന് 4th ബിറ്റിലോട്ട് പോകുന്ന ക്യാരി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇത് BCD ഓപ്പറേഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ BCD ഓപ്പറേഷൻ ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈനറി കോഡഡ് ഡെസിമൽ ബൈനറി കോഡഡ് ഡെസിമൽ അതിന്റെ ഓപ്പറേഷന്റെ സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. 3rd ബിറ്റിൽ നിന്ന് 4th ബിറ്റിലോട്ട് പോകുന്ന ക്യാരിയാണ് നമ്മൾ ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. ദെൻ ക്യാരി ഫ്ലാഗ് നമുക്കറിയാം, affected after 8-bit addition and subtraction. It is used to detect error in unsigned arithmetic operation. Okay, അപ്പോൾ നമുക്കിതിന് it can be used as single bit storage ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് നമുക്കിതിനെ സെറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റും. സെറ്റ് BC എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ക്ലിയർ C കൊടുത്തു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് BC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് BC എന്ന് ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത് സ്റ്റോക്ക് ഇൻ 8051. ഇത് റാമിലെ ഒരു ലൊക്കേഷൻ ആണ്. 08H 1FH ഹെക്സാഡെസിമൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. 8 ബിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇത്രയും ആണ് സ്റ്റോക്കിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ശരിക്കും റാമിന്റെ ഡിവിഷൻ, മെമ്മറി ഡിവിഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും, മെമ്മറി ഓർഗനൈസേഷൻ. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എടുത്ത് പഠിക്കാം. ഇത് സ്റ്റോക്ക് വരുമ്പോൾ അത് റാമിലെ ലൊക്കേഷൻ ആണ്. നമ്മളിപ്പോ നേരത്തെ പഠിച്ച രജിസ്റ്റർ ബാങ്കും റാമിലെ ഒരു ലൊക്കേഷനിലുള്ളതാണ്. ദെൻ ഇപ്പൊ ഞാൻ പറയുന്ന സ്റ്റോക്കും റാമിലെ ലൊക്കേഷനിലുള്ളതാണ്. ആൻഡ് അത് 08H 1FH നമ്മൾ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു ടെമ്പററി ഡേറ്റ സ്റ്റോറേജ് ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ടെമ്പററി ഡേറ്റ സ്റ്റോറേജ് ആണ്. ദെൻ മൈക്രോ കൺട്രോളർ 8051
ഓസിലേറ്റേഴ്സ് നമ്മൾ നേരത്തെ ബ്ലോക്ക് ഡയഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓസിലേറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ദ ക്ലോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള പിൻസ് ഉണ്ട് ക്രിസ്റ്റൽ കണക്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് അതൊരു എക്സ്റ്റേണൽ ക്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ക്രിസ്റ്റൽ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഓസിലേറ്ററിന്റെ കൂടെ ഉണ്ട്. ഓസിലേറ്റർ ബേസിക്കലി ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.